EPFO അക്കൗണ്ടുകളിൽ വർഷങ്ങളായി ഇടപാടുകൾ നടക്കാതെ കിടക്കുന്ന ലക്ഷക്കണക്കിന് വരിക്കാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഇനി ആശ്വസിക്കാം. 7.11 ലക്ഷത്തിലധികം ഇനോപ്പറേറ്റീവ് അക്കൗണ്ടുകൾ തീർപ്പാക്കാൻ കേന്ദ്ര തൊഴിൽ മന്ത്രാലയം തീരുമാനിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. EPFO അക്കൗണ്ടുകളിലെ വർഷങ്ങളായി ഇടപാടുകൾ നടക്കാതെ കിടക്കുന്ന ലക്ഷക്കണക്കിന് വരിക്കാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ആശ്വാസകരമായ വാർത്തയാണ് പുറത്തുവരുന്നത്. 1000 രൂപ വരെ ബാലൻസ് ഉള്ള 7.11 ലക്ഷത്തിലധികം ഇനോപ്പറേറ്റീവ് അക്കൗണ്ടുകൾ തീർപ്പാക്കാൻ കേന്ദ്ര തൊഴിൽ മന്ത്രാലയം തീരുമാനിച്ചിരിക്കുകയാണ്. അടുത്തിടെ നടന്ന അവലോകന യോഗത്തിന് ശേഷമാണ് ഈ ഒരു സുപ്രധാന തീരുമാനമെന്ന റിപ്പോർട്ടുമുണ്ട്. ഏകദേശം 30.52 കോടി രൂപയാണ് ഇത്തരത്തിൽ അവകാശികളില്ലാതെ EPFOയുടെ പക്കൽ കെട്ടിക്കിടക്കുന്നത്. ഈ തുക അതാത് അക്കൗണ്ട് ഉടമകൾക്കോ അവരുടെ നിയമപരമായ അവകാശികൾക്കോ ഉടൻ ലഭ്യമാക്കുമെന്നാണ് മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചത്. ആധാർ കാർഡുമായി ബന്ധിപ്പിച്ച EPF അക്കൗണ്ടുകൾ ഉള്ളവർക്ക് ഈ തുക നേരിട്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തും. ലളിതമായ ഈ നടപടിക്രമത്തിലൂടെ അർഹരായവർക്ക് തുക വേഗത്തിൽ ലഭ്യമാക്കാനാണ് മന്ത്രാലയത്തിന്റെ തീരുമാനം. PF വിഹിതം അടയ്ക്കുന്നത് നിലയ്ക്കുകയും 3 വർഷത്തിലധികം കാലയളവിൽ യാതൊരു ഇടപാടുകളും നടക്കാതിരിക്കുകയും ചെയ്യുന്ന അക്കൗണ്ടുകളെയാണ് ഇനോപ്പറേറ്റീവ് എന്ന് വിളിക്കുന്നത്. ചില സാഹചര്യങ്ങളിലാണ് ഈ അക്കൗണ്ടുകൾ ഇനോപ്പറേറ്റീവ് ആവാറുള്ളത്. ഒന്നെങ്കിൽ വിരമിക്കലിന് ശേഷം 3 വർഷം പിന്നിട്ടിട്ടും തുക പിൻവലിക്കാതിരിക്കുകയോ, വിദേശത്ത് സ്ഥിരമായി താമസത്തിനായി മാറുകയോ 3 വർഷം കഴിയുകയോ ചെയ്തവർ, വരിക്കാരൻ മരണപ്പെട്ടതിന് ശേഷം 3 വർഷം പിന്നിടുകയോ, നിലവിലെ നിയമപ്രകാരം വരിക്കാരന് 58 വയസ്സ് തികയുന്നതുവരെ അക്കൗണ്ടിലെ തുകയ്ക്ക് പലിശ ലഭിക്കുന്നതുമാണ്. ഒന്നിലധികം EPF അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ അവയെല്ലാം നിലവിലെ UAN നമ്പറുമായി ബന്ധിപ്പിക്കണം. ആധാർ, പാന്, ബാങ്ക് വിവരങ്ങൾ എന്നിവ EPF പോർട്ടലിൽ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യണം. ഈ നോമിനേഷൻ സൗകര്യം ഉപയോഗിച്ച് അവകാശികളെ നിശ്ചയിക്കുന്നത് പണം സുരക്ഷിതമായി തന്നെ ലഭിക്കാനും സഹായിക്കും. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.